അതേസമയം നമുക്കറിയാം ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൻ്റെ ശാന്തിയും സമാധാനവും തകർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും എപ്പോഴും ഭീകരരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി തന്നെ നമ്മൾ നടത്തിയ സംയുക്ത തെരച്ചിലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചിട്ടുണ്ട്. 2 സൈനികർക്ക് പ്രത്യാക്രമണത്തിൽ വീരമൃത്യു വരിക്കേണ്ടി വന്നു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുൽഗം ജില്ലയിലെ ഗുദാർ വനമേഖലയിൽ ആയിരുന്നു സംയുക്തമായി പരിശോധന നടത്തിയത്. വി വിനോദ് ഉണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. വിനോദ്, ഈ തെരച്ചിൽ തുടരും എന്ന സൈന്യം നേരത്തെ തന്നെ അറിയിച്ചതാണ്. നേരത്തെ ഒരു ഭീകരനെ വധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 2 ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഒപ്പം 2 ധീര സൈനികരെ നമുക്ക് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വിശദാംശങ്ങൾ സേന പുറത്തുവിട്ടിട്ടുണ്ട്. അഭിലാഷ്, മണിക്കൂറുകളായി ഈ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 2 ഭീകരരെ വധിച്ചു. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ജവാന്മാർക്ക് വീരമൃത്യു സംഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. കുൽഗാം മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണമാണ് നടക്കുന്നത്. അവിടെ ഈ സംശയത്തിൽ കണ്ട ഒരു സംഘത്തെ പരിശോധിക്കാനുള്ള നീക്കത്തിനിടെയാണ് ഭീകരരുടെ ഭാഗത്ത് നിന്ന് ആദ്യം സൈന്യത്തിന് നേരെ നിറയൊഴിച്ചത്. തുടർന്ന് പ്രത്യാക്രമണമുണ്ടായി. ഇപ്പോൾ ഇന്ത്യൻ ആർമിയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസും CRPFും സംയുക്തമായൊരു ആക്രമണമാണ് നടത്തുന്നത്. നമുക്കറിയാം, ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം അതീവ ജാഗ്രതയാണ് എല്ലാ അതിർത്തി മേഖലകളിലും. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം അമേരിക്ക നേരത്തെ ഈ ഭീകരവാദത്തിനൊക്കെ എതിരെ നിലപാടെടുത്തിരുന്നെങ്കിൽ കൂടിയും റഷ്യയുമായി ഇന്ത്യ സഹകരിച്ചതോടുകൂടി താരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക ഇന്ത്യക്ക് നേരെ എടുത്ത നടപടികളുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം എന്നതുകൂടി ശ്രദ്ധേയമാണ്. പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത തിരിച്ചടി രാജ്യം നൽകിയിരുന്നു. പാകിസ്ഥാൻ്റെ വ്യോമ മേഖലകളും അതോടൊപ്പം തന്നെ തീര പ്രദേശങ്ങളും തുറമുഖങ്ങളടക്കമുള്ള മേഖലകളിൽ വലിയ ആക്രമണം നടത്തി പാകിസ്ഥാന് കനത്ത നഷ്ടം വരുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന്, തർക്കം പരിഹരിക്കുന്നതിന് താൻ ഇടപെട്ടു എന്നൊരു അവകാശവാദമാണ് പിന്നീട് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായിരുന്നാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യമുള്ളത്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അഭിലാഷ്. യെസ്, ഇതാണ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. അതേസമയം 5 സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലുമായി 22 സ്ഥലങ്ങളിൽ ഇന്ന് NIA സംഘം പരിശോധന നടത്തുകയുണ്ടായി. ഇന്ത്യയിലെ തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ റെയ്ഡ്. കശ്മീരിൽ പുൽവാമ, കുൽഗാം, ഷോപ്പിയാൻ, ബരാമുള്ള, കുപ്വാര ജില്ലകളിൽ ആയിരുന്നു പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ 5 ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ, ചില ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഒപ്പം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ എന്നിവ കണ്ടെടുത്തു. ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതേസമയം ഈ പരിശോധനയിൽ ആരെയും ഒഫീഷ്യലി അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ദേശീയ തലത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് നാളെ. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് മത്സരം. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് പോളിംഗ്. ഇലക്ടറൽ കോളേജിൽ 782 പേരാണ് ആകെയുള്ളത്. NDAക്ക് 426 MPമാരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ NDAയുടെ സ്ഥാനാർത്ഥി ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി ആകും.